എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷനിൽ ആർക്കൊക്കെ പങ്കെടുക്കാം എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ admissions.keralauniversity.ac.in/FIUGP 2024/index.php എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാം. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോൺ വൈസ് കോളേജ് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി നാളെ മുതൽ ഇന്ന് ആ ഒരു അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ ഈ ഒരു BSc, BCom, BCA, BBA, BSW, BVoc, BMS, ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നിങ്ങനെയുള്ള കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടപടികൾ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഓഗസ്റ്റ് 10 അതായത് നാളെ ഓൾ BA കോഴ്സുകളിലേക്ക്, അതായത് എല്ലാ BA കോഴ്സുകളിലേക്കുമുള്ള പ്രവേശനം ഈ ഒരു SN കോളേജ് കൊല്ലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. അതുപോലെ തിരുവനന്തപുരത്ത് ഓഗസ്റ്റ് 12 BScയിലെ എല്ലാവിധ BSc കോഴ്സുകളിലേക്കുള്ള പ്രവേശനവും, ഓഗസ്റ്റ് 13 ഈ ഒരു BCom, BCA, BBA, BSW, BVoc, BMS, ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നിങ്ങനെയുള്ള കോഴ്സുകളിലേക്കും, അതുപോലെ തന്നെ ഓഗസ്റ്റ് 14 എല്ലാ BA കോഴ്സുകളിലേക്കുമുള്ള പ്രവേശനം കേരള സർവകലാശാല സെനറ്റ് ഹാൾ പാളയത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. ഇനി തിരുവനന്തപുരം സോണിലെയും അതുപോലെ കൊല്ലം സോണിലെയും കോളേജുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു തിരുവനന്തപുരം സോണിലെ കോളേജുകൾ ഏതൊക്കെയാണെന്നുള്ളത് നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഇത് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഇതും തിരുവനന്തപുരത്തുള്ളതാണ്. അപ്പോൾ ഇതും തിരുവനന്തപുരം സോണിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കോളേജുകളൊക്കെ തിരുവനന്തപുരം സോണിലാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ സോണിൽ വരുന്നത് ഇത്രയും കോളേജുകൾ, അതുപോലെ തന്നെ ഈ ഒരു കോളേജുകൾ. അപ്പോൾ ഈ ഒരു കോളേജുകൾ ആലപ്പുഴ സോണിലാണെങ്കിൽ ഇത്ര കോളേജുകൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ അതായത് ഈ ഒരു 32 കോളേജുകളാണ് ഈ ഒരു ആലപ്പുഴ സോണിൽ വരുന്നത്. അതുപോലെ തന്നെ 46 കോളേജുകളാണ് ഈ ഒരു കൊല്ലം സോണിൽ വരുന്നത്. 63 കോളേജുകളാണ് ഈ ഒരു തിരുവനന്തപുരം സോണിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഏതൊക്കെ കോളേജിലേക്കാണ് ഇതുവഴി അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ വേക്കൻസി പൊസിഷൻസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് നോക്കുക. അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്നതിനായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാവിധ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരവും വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അതായത് എന്താണ് സ്പോട്ട് അഡ്മിഷൻ അലോട്ട്മെൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഡിഗ്രി കോഴ്സുകളിൽ നിലവിലുള്ള ഒഴിവുകൾ നികത്തുന്നതിലേക്കായിട്ട് മേഖലാടിസ്ഥാനത്തിൽ ഒരു കേന്ദ്രത്തിൽ വെച്ച് സർവകലാശാല നേരിട്ട് നടത്തുന്ന അലോട്ട്മെൻറ്റ് പ്രക്രിയയാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ്. അതുപോലെ തന്നെ ജനറൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെ പങ്കെടുക്കാം. നിലവിൽ ഓൺലൈൻ രജിസ്ട്രേഷനുള്ള എല്ലാ വിഭാഗം, അതായത് ജനറൽ, SC, ST, SC, BC, OBC, OEC, OBH, അതുപോലെ OBX, LC മുതലായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിൽ പങ്കെടുക്കാം. മാനേജ്മെൻറ്റ് കോട്ട രജിസ്ട്രേഷൻ മാത്രമുള്ള വിദ്യാർത്ഥിക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റും. നിലവിൽ ഒരു രജിസ്ട്രേഷനും ചെയ്തിട്ടില്ലാത്ത വിദ്യാർത്ഥിക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കും. നിലവിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്ത വിദ്യാർത്ഥികളെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത മാനേജ്മെൻറ്റ് കോട്ട ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ അഭാവത്തിൽ ഒഴിവുള്ള പക്ഷം അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് പരിഗണിക്കുന്നതാണ് എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിലേക്കായിട്ട് വിദ്യാർത്ഥി എന്ത് ചെയ്യണമെന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടുമായിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്ന സെൻറ്ററുകളിൽ രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ സമയം 8:30 മുതൽ 10 മണി വരെയാണ്. ഈ സമയം കഴിഞ്ഞ് വരുന്നവരെ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അടുത്തതായിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്ന സെൻറ്ററുകളിൽ ആരെയൊക്കെ പ്രവേശിപ്പിക്കും. അലോട്ട്മെൻറ്റ് സെൻറ്ററുകളിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുള്ളൂ. എന്തെങ്കിലും കാരണത്താൽ നേരിട്ട് ഹാജരാവാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രക്ഷാകർത്താവിൻ്റെ സാക്ഷ്യപത്രം, അതായത് ഓതറൈസേഷൻ ലെറ്റർ നൽകി രക്ഷാകർത്താവിനെ അയക്കാവുന്നതാണ്. അടുത്തതായിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടുമോ? സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടണമെന്നില്ല. ഒഴിവുള്ള കോളേജുകൾ അല്ലെങ്കിൽ കോഴ്സുകൾ അലോട്ട്മെൻറ്റ് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഡെക്സ് മാർക്ക്, അതുപോലെ തന്നെ റിസർവേഷൻ തെളിയിക്കുന്നതിലേക്കായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ എന്നിവ വിദ്യാർത്ഥികളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ. ഇനി എന്താണ് സീറ്റ് കൺവേർഷൻ? അതായത് നിലവിലുള്ള റിസർവേഷൻ മാനദണ്ഡ പ്രകാരം ഓരോ വിഭാഗം വിദ്യാർത്ഥികൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന സീറ്റുകൾ അവരുടെ അഭാവത്തിൽ ഒഴിവ് വരുന്ന പക്ഷം സർക്കാർ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ അർഹരായ മറ്റു വിഭാഗം വിദ്യാർത്ഥികൾക്കായിട്ട് മാറ്റി നൽകുന്നു. വിശദവിവരങ്ങൾ പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. ഇനി നിലവിൽ അഡ്മിഷൻ ലഭിച്ചവർക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ജനറൽ അലോട്ട്മെൻറ്റുകളിൽ ആദ്യ ഓപ്ഷനായിട്ട് ഫസ്റ്റ് ഓപ്ഷൻ നൽകിയ കോളേജ് അലോട്ട്മെൻറ്റ് ലഭിച്ച പ്രസ്തുത കോളേജിൽ അഡ്മിഷനിൽ തുടരുന്ന വിദ്യാർത്ഥികളെ SC, ST, PWBD
ഒഴികെ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. ഇനി അടുത്തതായിട്ട് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ വരുന്നവർ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് കൊണ്ടുവരേണ്ടത്? രജിസ്ട്രേഷൻ നടത്തിയ പ്രൊഫൈലിൻ്റെ പ്രിൻ്റ് ഔട്ട്, യോഗ്യത, ജാതി അതായത് നോൺ ക്രിമിനൽ certificate for SC/BC candidates and OEC candidates, community certificate for SC/ST candidates, EWS certificate for EWS candidates എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുകൾ നിർബന്ധമായിട്ടും കയ്യിൽ കരുതേണ്ടതാണ്. ഇനി എന്തടിസ്ഥാനമാക്കിയിട്ടാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്? റിസർവേഷൻ കാറ്റഗറിയിൽ പ്രസ്തുത റിസർവേഷന് അർഹമാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെയും ഇൻഡെക്സ് മാർക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ്. മറ്റ് സീറ്റുകളിൽ ഇൻഡെക്സ് മാർക്കിൻ്റെ മാത്രം അടിസ്ഥാനത്തിലുമാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അതുപോലെ ഇൻഡെക്സ് മാർക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാം? ഓരോ വിഷയത്തിൻ്റെയും ഇൻഡെക്സ് മാർക്ക് വിദ്യാർത്ഥികളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ ലഭ്യമാണ്. ഇനി വേക്കൻസി പൊസിഷൻ എവിടെ നിന്ന് കിട്ടും? അത് അഡ്മിഷൻ വെബ്സൈറ്റിലെ ഹോം പേജിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അതേ അലോട്ട്മെൻറ്റ് മറ്റ് സീറ്റുകളിലേക്ക് പ്രവേശനം ലഭിക്കുമോ? ഇല്ല. ഒരു സോണിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവരെ മറ്റൊരു സോണിലും അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. ഇനി സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് ഓപ്ഷൻ നൽകേണ്ടതുണ്ടോ? നൽകേണ്ടതില്ല. നിലവിൽ പ്രൊഫൈലിലുള്ള എല്ലാ കോഴ്സ് ഓപ്ഷനുകളും സ്പോട്ട് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതാണ്. കോളേജ് മാനദണ്ഡമല്ല. അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ ഫീസ് അടക്കേണ്ടതുണ്ടോ? അതായത് ഇതുവരെ അഡ്മിഷൻ ഫീ അടക്കാതെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് ഇനത്തിൽ SC/ST വിഭാഗക്കാരാണെങ്കിൽ 930 രൂപയും ജനറൽ മറ്റ് സംവരണ വിഭാഗങ്ങൾക്ക് 1850 രൂപയുമാണ് അടക്കേണ്ടത്. ഇതിനായിട്ട് പ്രത്യേക സമയം അനുവദിക്കുന്നതല്ല. മുൻപ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അടച്ചവർ പ്രസ്തുത പേയ്മെൻറ്റ് റെസിപ്റ്റിൻ്റെ കോപ്പി കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒന്ന് വായിച്ച് നോക്കുക. വേക്കൻസി പൊസിഷൻ ഈ ഒരു വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് നടപടികൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.